മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ച് മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവരും ഖുർആൻ പഠിച്ചവരാണ്, പഠിക്കുന്നവരാണ്, ഓതുന്നവരാണ്. പക്ഷേ നമ്മൾ അറബി മലയാളത്തിലാണ് ഓതുന്നത്. തജ്വീദും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ആ പ്രായത്തിൽ, അതായത് 5 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയാണ് നമ്മൾ പഠിച്ചത്. അത് പരീക്ഷ എഴുതാൻ വേണ്ടിയായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ അത് ഏതൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഒരു 18 വയസ്സിന് മീതെ ഉള്ള നമ്മൾ ദുന്യവിയായ ഒരു കോഴ്സിന്, ഒരു എൻജിനീയറിംഗ് കോഴ്സാവട്ടെ, ഒരു MBBS കോഴ്സാവട്ടെ, എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 18 വയസ്സിന് മീതെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ ആ പഠിച്ചത് എന്താണ്, നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്താണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ ഓതി കൊടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത്, നമ്മളിൽ തെറ്റുകളുണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് പിശകുകളുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാണ്. കാരണം അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു നുക്ത് മാറിയാൽ അർത്ഥം മാറുന്ന സമ്പ്രദായം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അൽബയാനിൽ വന്നതിന് ശേഷം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഓതുന്നത്, നമ്മൾ ചെറുപ്പം മുതലേ ഓരോ വക്ത് നമസ്കാരത്തിലും ബിസ്മി കൊണ്ട് ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നമ്മൾ ഓതുമ്പോൾ അത് നമ്മൾ ഓതുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പലരിലും എന്നിൽ നിന്ന് വരെ എന്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നു എന്ന ഉച്ചാരണം പുറത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അത് നമ്മൾ അൽബയാനിൽ വന്നതിന് ശേഷം എന്താണ്, നമ്മുടെ ലീഡർമാർ തിരുത്തി തരുമ്പോഴാണ് നമുക്കത് നമ്മളിൽ നിന്ന് വരുന്ന തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് എന്താണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്ന എന്നിലുള്ള ആ ഒരു അഭിപ്രായത്തെ ഞാൻ മാറ്റിയെടുത്തിട്ട് ഞാനൊന്നുമല്ല, ഞാനൊരു പഠിതാവാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി തീർക്കലാണ് ഏറ്റവും വലിയ ആവശ്യം. ഇത് ഖുർആൻ പഠിച്ച് ഓതുന്നവർക്ക് ഒരു പ്രതിഫലമാണെങ്കിൽ, ഖുർആൻ പഠിച്ച് ഓതുന്നവർക്ക് ഒരു പ്രതിഫലമാണെങ്കിൽ ഖുർആൻ വിക്കി ഓതുന്നവർക്ക് 2 പ്രതിഫലമാണ്. ഒന്ന് അതിന് പ്രയാസപ്പെടുന്നതിൻ്റെ പ്രതിഫലവും, രണ്ടാമത് അത് ഓതുന്നതിൻ്റെ പ്രതിഫലവും. അതുകൊണ്ട് നമ്മളുടെ ഈ കുറഞ്ഞ കാല ജീവിതത്തിന് നമ്മൾ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കാലാകാല ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സായി നമ്മളിതിനെ തിരഞ്ഞെടുക്കണം. നമ്മുടെ എത്ര കാലം നമുക്ക് പഠിക്കാൻ കഴിയുന്ന അള്ളാഹു സുബ്ഹാനഹു തആല ആയുസ്സിട്ട് തരുന്നവരെയും അത് ഞാൻ അതിൻ്റെ നിയ്യത്തോടു കൂടി വെറുതെ കിട്ടുന്ന സംഭവമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കരുത്. ഇത് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്തായി അള്ളാഹു തന്ന ഒരു അനുഗ്രഹമായി നമ്മളതിനെ കണക്കാക്കണം. ഇവർ യാതൊരു അതായത് ദുന്യവിയായ ഒരു പ്രതിഫലേച്ഛ ഇല്ലാതെ നടത്തുന്ന ഒരു സംഭവമാണ്. അഹ്റവിയായ ഒരു പ്രതിഫലേച്ഛ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാവരും ആ നിയ്യത്തുണ്ടാവണം, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവണം. എന്താണ് അവർ നിർദ്ദേശിച്ചുന്ന വരുന്ന കാര്യങ്ങൾ നമുക്ക് പ്രായപരിധി ഉണ്ട്, പിന്നെ എന്താണ് ഉള്ളിൽ അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതുണ്ടാവും. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ശരി, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പരിശ്രമിച്ചിട്ട് അതിനെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം. തജ്വീദ് വ്യക്തമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക, അതനുസരിച്ച് ഓതാൻ പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതുപോലെ അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള നിയ്യത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹത്തായ പരിശ്രമത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ വരെ ഉള്ള ജനതകളിൽ, ഖിയാമത്ത് നാൾ വരെയുള്ള റസൂലിൻ്റെ ഉമ്മത്തുകളിൽ തജ്വീദോടുകൂടി ഈ ഖുർആൻ പാരായണം നടത്താനുള്ള ഒരു പരിശ്രമമാക്കി മാറ്റുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്. സ്വദേശം എവിടെയായിരുന്നു? സ്വദേശം കാടാമ്പുഴ.